സത്യം ഭയങ്കരായിട്ട് Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patent it. Being negative when you should be getting after it. I got facts over facts over tracks. Spitting slow, speaking fast like a roast, like a gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to... എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കളി ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. എന്തൊരു നീചനാണ്. കണ്ണേട്ടാ, അത് ഈ കർട്ടൻ എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്തടാ? അത് ഈ സാധനം കഴിച്ചിട്ട് പറയാം. എന്താ ഇത്? നാരങ്ങ മിഠായി. പേപ്പട്ടി അടിച്ചിട്ടുണ്ടോ? നാരങ്ങ മിഠായിയാണ് ഇളകണത്. വെറുതെ എന്തിനാണ് തല്ലുന്നത്? അതെ, ശരിയാക്കിയ ഇവർക്ക് പ്രാന്താടാ. എന്താ പേര്? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? ആ, എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപറി ചെളികുത്ത്, പിന്നെ കടലിലെ വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. ആ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാണ്. അതായത് അങ്ങനെ ഒരു ഹോയ് വിട്ടത് രമണി, നീയാണോ ഹോയ് വിട്ടത്? സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? ചിലപ്പോഴൊക്കെ ഐഡിയ ഇങ്ങനെ തിരിഞ്ഞു വരാറുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ശരി വേണോ? അതല്ലോ പേസ്റ്റ് എടുക്കട്ടെ. തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടത്തല്ലേ. ഒരു നാട്ടിൽ രണ്ട് സുബ്രഹ്മണി വേണ്ട. എന്നെ താൻ പോക്കോ. അല്ല, എന്നാ പിന്നെ തന്റെ പേര് വല്ല പട്ടാഭിരാമൻ നോക്കിക്കോ. അതാകുമ്പോ തനിക്ക് നന്നായിട്ട് ചേരും. ഞാനൊരു തൊഴിലാളിയാ, അസോസിയേഷൻ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള തൊഴിലാളി. എന്നെ തൊട്ട വിവരറിയും. ഇവനെവിടെ പോയി? ഹായ്, പിച്ചക്കാരെല്ലാം ടാറ്റ പറയും. മൊത്തം കത്ത് അവിടെ ഏത് പുണ്യാളിലുള്ള സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്താ ആരാത്? അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം അത്. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചൊന്നും പറഞ്ഞു വരില്ലായിരുന്നു. മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. നിനക്കറിയുന്ന ആളാ? നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. അതാടി സുന്ദരി കുട്ടികൾക്കുള്ള ഒരു മെച്ചം. എവിടെ ചെന്നാലും നോക്കാൻ ആളുണ്ടാവും. അയ്യടി ചുന്ദരിക്കോതെ കണ്ടാ മതി.
ഒരു വെടി ശബ്ദമാണ് കേൾക്കണത്. വെടിവെച്ചാണല്ലോ അത്. എവിടുന്നാ അത്? എന്തേ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? താനാരാ? അനന്തപത്മനാഭനോ? അല്ല, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ. ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളത് അവൾക്കാ. അവള് വിചാരിച്ച നിന്നെ സഹായിക്കാൻ പറ്റും. ആരത്? കറുപ്പയ്യസ്വാമിയുടെ മകളാ. ഓ, എന്താ പേര്? പേര് മീല തുടങ്ങണത്, നായിൽ അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. മീന. ആ മീന, അത് തന്നെ അത് തന്നെ മീന. താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായി, പക്ഷെ അടുത്ത കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. Tingle stars. ഒന്നുകൂടെ മിന്നിക്കാവോ? The tingle stars like glowing gems. ആഹാ, എപ്പോ? But the gems are floating like gems and sperms. Humpty Dumpty. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. അഞ്ച് മിനിറ്റിനകം എല്ലാം റെഡിയാകും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. ആര്? ഞാനോ? പിന്നെ ഞാനോ? ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. നീ പോയി അശ്വചിച്ച് വിളിച്ചിട്ടാ. നീ ഇങ്ങോട്ട് സെർവ് ചെയ്യുന്നൊക്കെ തന്നെ താൻ. പിന്നെ താനെന്താ ഇവിടെ നിൽക്കുന്നേ? ഐ ആം ബിനോയ്, കോൾ മീ ബൈ നെയിം.